ഓഹോ, ഇതെന്താ എന്നെ പഠിപ്പിക്കാത്ത ഒരാൾ ഇവനെ മാത്രം പഠിപ്പിക്കുന്നേ? ഇത് അടവല്ല, മീന് കേട്ടുന്നതിനോ മാപ്പോറിഞ്ഞാ അത് നല്ല പരിചയ പോലത്തെ ആവൂല. പ്രശാന്ത, നമ്മൾ ഈ നാടൻ അടി കൊണ്ട് മാത്രം കാര്യമില്ല, കളരി അടിക്കണം. കളരി അടിക്കണം നമുക്ക് കിട്ടുന്ന അടി തടുക്കുകയും ചെയ്യാം. വാൾ പ്ലേറ്റെല്ലാം പഠിപ്പിക്കുക. വാൾ ഫയറ്റ് 108 കളരി കാശാന 107 പൂട്ടിപ്പോയി. ആശാനെ തെക്കുന്നാരോ വരുന്നുണ്ട് തോന്നല്ലോ. അതേത് വെടക്കടിയുമാ പായറ്റ് കൊടുക്കട്ടെ. ഇടത് മാറി വലത് മാറി, ഇടതും മാറി വലതും മാറി, ഇനി അങ്ങോട്ട് മാറണ്ടേ? ദൂരോട്ട് മാറിക്ക്. ഇടത് മാറി വലത് മാറി എന്ന് പറയും. ഇത് ഇലക്ഷൻ അല്ല, അപ്പൊ പാർട്ടി മാറുന്നതായിരിക്കും. നമുക്ക് രാഷ്ട്രീയമില്ല, നമ്മൾ മിണ്ടണ്ടപ്പാ. രാജനല്ലേ, നിന്റെ വരവ് ഞാൻ പ്രതീക്ഷിച്ചു. യാത്രാ മധ്യ ക്ലേശമൊന്നും ഇല്ലല്ലേനു? ഇല്ല, നമ്മളാരും കണ്ടില്ല. നീ ആരും കണ്ടില്ല? ഇല്ല, നമ്മൾ 3 ആളേ ഉള്ളൂ. ക്ലേശം എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട്, കളരിയിലൊരു പ്രയോഗം. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, വേറെ ഒന്നുമില്ല. ഇരുമ്പാണ് തട്ടി മുളയാണ് തെറ്റി പൊൻകാരം കൊണ്ട് തിരികെ വളക്കാൻ മുള്ളാണ് വിറ്റ് കുജിനി കൊടുത്തു. അല്ല, ഇവിടെ പെരാന്തിനും ചികിത്സിക്കുന്നുണ്ട്. രാജാ, ഓ, എന്നാ അടവുകളെ പറ്റി വല്ല ധാരണയും എനിക്കുണ്ടാ? ബാബു പറഞ്ഞു കൊടുക്ക്. ബജാജ് മുത്തൂറ്റ് ഇസാഫ്. ഓ, ഞാൻ ചോദിച്ചത് കളരിയിൽ അടവിനെ പറ്റിയിട്ടാ. രാജന് കളരിയുമായിട്ട് വല്ല ബന്ധമുണ്ടാ? എൻ്റെ അച്ചാച്ചൻ വലിയ കളരിക്കാരനായിരുന്നു. നമ്മൾ ഈ മമ്മൂട്ടി വീശുന്ന സാധനമില്ല ഇങ്ങനെ ഉറുമി, അത് അച്ചാച്ചനുണ്ട്. ഒരു ടൗണിൽ പോയിട്ട് ഭയങ്കര വീശല്, നാട്ടുകാരെല്ലാം പേടിച്ച് പൊടി ഇങ്ങനെ പാറിയിട്ട് അച്ചാച്ചൻ ഇങ്ങനെ കറങ്ങുന്നു ഉരുളുന്ന്, അങ്ങനെ ഭയങ്കര വീശല്. ലാസ്റ്റ് നോക്കി ഇങ്ങനെ പൊടിയെല്ലാം ഇറങ്ങി നോക്കുമ്പോഴല്ലോ നമ്മൾ ഈ മീനിലെ മുറിക്ക് മീൻ കീറില്ല, അതുപോലെ 767 കീറിയിലോ കൂടി ഉണ്ടാവും. എന്നിട്ടെന്നറിയാം, കുറേ ഡോക്ടർമാർ വന്നിട്ട് തുന്നി, പിന്നെ അവർക്കായിട്ട് തുന്നൽ പഠിക്കുന്ന പൊമ്പിളറിയും അവരും വന്നിട്ട് തുന്നി, പിന്നെ കുറേ സ്ഥലത്ത് സിബെല്ലാം വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത്. അങ്ങനെ എന്തൊക്കെ കഥകൾ പാടി നടക്കുന്നുണ്ട് പാണൻ നിങ്ങളുടെ നാട്ടിൽ. മടങ്ങിപ്പോ മക്കളെ, മടങ്ങിപ്പോ. മടങ്ങിപ്പോന്നു. നിന്റെ അച്ചാച്ചന് പേടിയുള്ളേ? അച്ചാച്ചൻ ഈ സായിപ്പന്മാരെല്ലാം തലയറത്തിട്ട് താളിഞ്ചപ്പൽ വെച്ചിട്ട് കൊണ്ടു കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ബസ് സർവീസ്. ഒരു ദിവസം നോക്കുമ്പോൾ വീടിന് മുറ്റത്തൊരു താളിഞ്ചപ്പും അതിൻ്റെ അകത്ത് അച്ചാച്ചൻ്റെ തലയും. അതിനുശേഷം എൻ്റെ ആട്ടം തലക്കറി കൂട്ടില്ല. നിന്റെ അച്ചാച്ചൻ ഇപ്പം ഇല്ലാത്ത വല്ലാത്ത കഷ്ടമായിപ്പോയി. എൻ്റെ മൂത്ത മോള് അമേരിക്ക, ഇളയ മോള് ദുബായിലും. അപ്പം അവർക്ക് അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് അച്ചപ്പോ മുറുക്കും പിന്നെ കുറച്ച് മൺപാത്രങ്ങൾ മസാലപ്പൊടികളെല്ലാം കൊടുത്തേക്കാൻ വേണ്ടിയിട്ടാണ്. അച്ചാച്ചന് പാർസൽ സർവീസാന്നല്ലേ നീ പറഞ്ഞേ? അങ്ങനത്തെ പാർസൽ സർവീസ് അല്ല, ചേകവനല്ലേ, അങ്ങനെ യുദ്ധത്തിന്റെ ഇടക്കെന്ന് പ്രശാന്ത. പിന്നെ അച്ചാച്ചൻ മരിക്കുവാ അതന്നെ. പിന്നീണ്ടല്ലോ ഇങ്ങനത്തെ ഇതെല്ലാം കൊടുത്തു വിടാനെങ്കിൽ മലബാർ വേൾഡ് വൈഡ് ലോജിസ്റ്റിക്സ് ഉണ്ട്. അവരാകുമ്പോൾ ലോകം മൊത്തം സർവീസുള്ള ടീമാണ് അല്ലേ. 11 കിലോയിലെ മുകളിലുള്ള സാധനങ്ങൾ വീട്ടിൽ മാറ്റിയെടുക്കും. നല്ല ടീമാ. എന്നാ അങ്ങനെ ചെയ്യാം. ഇന്ന് ഫീസ് അടിച്ച് ഇന്ന് തന്നെ പയറ്റ് തുടങ്ങല്ലേ? ഫീസ് അടക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് വീട്ടിലെ ഫ്യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് കിടക്കട്ടെ. അതുപോലെ പഠിച്ചാൽ ഇതുപോലെ ആവുമല്ലോ ചെയ്യാ. വടയനോട് തൊടുത്തു മരിച്ച അച്ഛൻ ആദ്യം എന്നെ തോപ്പിച്ചു. സ്നേഹം പങ്കുവെക്കുമ്പോൾ കൈമറിച്ച ഗുരുനാഥനും തോപ്പിച്ചു. തോൽവികൾ ഏറ്റുവാങ്ങാൻ ചന്ദ്രൻ